ഹായ്, ഈ ഓണത്തിനൊരു വെറൈറ്റി പായസം ഉണ്ടാക്കി വീട്ടിലെ സ്റ്റാറാണോ? അന്ന് അതേ പിടിച്ചോ. മിക്സഡ് ഫ്രൂട്ട് പാലട പായസം വളരെ എളുപ്പത്തിൽ നല്ല ക്രീമി ആയിട്ട് പിങ്ക് കളറിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുക്കാം. അതിനകത്തേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ക്യാരമലൈസ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ സ്പൂൺ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തീയൊക്കെ കുറച്ച് വയ്ക്കണം. അപ്പോൾ ഇത് ക്യാരമലൈസായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് 1.5 ലിറ്റർ പാൽ ഇത്തിരീച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇളക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് ക്യാരമൽ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലട ചേർക്കാം. പാലട ചേർത്ത് നന്നായിട്ട് ഇളക്കണം. പാലും പാലടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുക്കർ എടുക്കാം. അതിന് മുമ്പ് ഒരു ടിപ്പ് പറഞ്ഞാൽ, ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ പാല് വിസിലിലൂടെ പുറത്തേക്ക് പോകില്ല. അങ്ങനെ 4 വിസിലടിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം പ്രഷറൊക്കെ പോയി തുറക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പാലും പാലടയും കൂടി കുക്കായിട്ടുണ്ടാവും. അപ്പോൾ എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. എല്ലാ ഫ്രൂട്ട്സും ഒരു 1/4 കിലോളം എടുക്കാം. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഇടുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ എല്ലാ ഫ്രൂട്ട്സിലും ഒരേപോലെ മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ എടുക്കാം. അതിനകത്തേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് സോട്ട് ചെയ്യാം. ഓവറായിട്ട് കുക്കാകണ്ടയോ ഫ്രൂട്ട്സിന് കളർ ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, ഷുഗറും ഗീയും കൂടി ചേർത്ത്. അതിനുശേഷം നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പാലട നമുക്ക് ഈ സോട്ടഡ് ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത്രയും നല്ല ക്രീമി ആൻഡ് തിക്കി കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ കുറച്ച് ബോയിൽ ചെയ്ത പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഈ ടൈമിൽ നമുക്കൊന്ന് ഷുഗറൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അതുമല്ല ഭയങ്കര ക്രീമി ആൻഡ് തിക്കി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. കളറും പാലടയുടെ ആ ഒരു പിങ്ക് കളറ് നമുക്ക് വരും ക്യാരമലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ക്രീമി ഫീൽ കുറച്ചും കൂടി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്രീമി പാലട മിക്സഡ് ഫ്രൂട്ട് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക്, ഓണത്തിന് മാത്രമല്ല നമുക്ക് കുട്ടികൾക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല പിങ്ക് കളറിലുള്ള ക്രീമി പാലട പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.